നോർവേയുടെ തലസ്ഥാനം ഓസ്ലോയിൽ ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന ഒരു കരാറിന് കളമൊരുങ്ങുകയായിരുന്നു. വർഷങ്ങളായി തുടരുന്ന ഇസ്രായേൽ പാലസ്തീൻ സംഘർഷത്തിൻ്റെ വിരാമത്തിലേക്ക് നീങ്ങുന്നതായി തോന്നിപ്പിക്കുന്ന ഒരു ആശ്വാസം അവിടെ ഒത്തുകൂടിയ എല്ലാ ലോക നേതാക്കന്മാരുടെയും മുഖത്ത് പ്രകടമായിരുന്നു. അന്നത്തെ US പ്രസിഡന്റ് ബിൽ ക്ലിൻ്റൻ്റെ ആഭിമുഖ്യത്തിൽ ഇസ്രായേലി പ്രധാനമന്ത്രി ഇസ്ഹാക്ക് റാബിനും പാലസ്തീനിലെ അനിശ്ചിത നേതാവായ യാസർ അറാഫാത്തും തമ്മിലായിരുന്നു പിൽക്കാലത്ത് അവർക്ക് സമാധാനത്തിൻ്റെ നോബൽ സമ്മാനം നേടിക്കൊടുത്ത ഓസ്ലോ കരാർ എന്ന പേരിൽ പിൽക്കാലത്ത് അറിയപ്പെട്ട ആ കരാർ രൂപപ്പെട്ടത്. എന്നാൽ ഈ കരാറിൻ്റെ പിൻചരിത്രത്തിൽ ഇസ്ഹാക്ക് റാബിന് ജീവൻ നഷ്ടമാകാനും യാസർ അറാഫാത്തിന് പാലസ്തീൻ ജനതയ്ക്ക് മുകളിലുള്ള അപ്രമാദിത്വം നഷ്ടപ്പെടാനും കാരണമായി. ആ കരാറിനും അതിലേക്ക് നയിച്ച സംഭവബഹുലമായ ചരിത്ര വഴികളിലേക്കും നമുക്ക് ഒന്ന് ഇരിക്കാം. 1973 യോം കിപ്പൂർ യുദ്ധത്തിൽ തങ്ങളുടെ ഒരിക്കലും തകർക്കപ്പെടില്ല എന്ന് വിശ്വസിക്കപ്പെട്ട പ്രതിരോധ സംവിധാനങ്ങൾ കടന്ന് അറബ് സഖ്യസേന മുന്നേറുകയും തങ്ങളുടെ പ്രദേശങ്ങളിൽ ദിവസങ്ങളോളം ആധിപത്യം സ്ഥാപിക്കുകയും ചെയ്തത് ഒരു നെട്ടലോട് കൂടിയാണ് യഹൂദ സമൂഹം ഓർത്തെടുക്കുന്നത്. തുടർന്നുള്ള യുദ്ധത്തിൽ അമേരിക്കയുടെ വ്യക്തമായ സഹായത്തോടു കൂടി അവരെ തുരുത്തുകയും ചെയ്തുവെങ്കിലും തങ്ങളുടെ നിലനിൽപ്പ് പാലസ്തീനികളുടെ അസ്തിത്വ പ്രതിസന്ധി നിലനിൽക്കുന്ന കാലത്തോളം ഭദ്രമായിരിക്കില്ല എന്ന് ഇസ്രായേൽ രാഷ്ട്രീയ സൈനിക നേതൃത്വത്തിന് ഏറെക്കുറെ ഉറപ്പായിരുന്നു. ഓട്ടോമൻ തുർക്കികളുടെ ഒന്നാം ലോകമഹായുദ്ധത്തിലെ പരാജയത്തോടെ പാലസ്തീൻ എന്ന പ്രദേശം പങ്കിട്ട ബ്രിട്ടനും ഫ്രാൻസും സിയോണിസ്റ്റുകളുമായി ഉണ്ടാക്കിയ ബാൽഫർ രഹസ്യ കരാറിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ടാം ലോകമഹായുദ്ധാനന്തരം UN-ന്റെ മൗനാനുവാദത്തോടെ പാലസ്തീൻ എന്ന പ്രദേശത്തെ 6 ലക്ഷം വരുന്ന ജൂതർക്ക് 56% ഭൂമിയും 12 ലക്ഷം വരുന്ന അറബികൾക്കും മറ്റുള്ളവർക്കുമായി 42% ഭൂമിയും ജെറൂസലേം അടങ്ങുന്ന 2% ഭൂമി അന്താരാഷ്ട്ര പ്രദേശവുമായി വേർതിരിച്ചുകൊണ്ടുള്ള ജൂത അറബ് രാഷ്ട്രങ്ങളുടെ രൂപീകരണ ഫോർമുല നാസികളുടെയും സെമിറ്റിക് വിരോധികളായ യൂറോപ്യന്മാരുടെയും പീഡനങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ട് പാലസ്തീനിൽ വ്യക്തമായ ലക്ഷ്യത്തോടു കൂടി കുടിയേറിയ സയനിസ്റ്റുകൾക്ക് സമ്മതമായിരുന്നുവെങ്കിലും നൂറ്റാണ്ടുകളായി അവിടെ നിലനിന്നിരുന്ന അറബികളായ ക്രൈസ്തവ മുസ്ലിം നിവാസികൾക്ക് അത് ഒട്ടും അംഗീകരിക്കാൻ കഴിയുന്നതായിരുന്നില്ല. പാലസ്തീൻ എന്ന ഒരൊറ്റ രാഷ്ട്രത്തിൻ്റെ കീഴിൽ എല്ലാവരെയും ഉൾക്കൊള്ളണമെന്നും ഒരു പ്രത്യേക യഹൂദ രാഷ്ട്രം സ്ഥാപിക്കരുത് എന്നുമായിരുന്നു അവരുടെ നിലപാട്. എന്നാൽ വംശീയ വിഭജനത്തിലൂടെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്ന പാശ്ചാത്യ പദ്ധതികൾ ഒടുവിൽ വിജയം കാണുകയും 1948 ഒരു യഹൂദ രാഷ്ട്രം സ്ഥാപിതമാവുകയും ചെയ്തു. ഇത് അംഗീകരിക്കാൻ തയ്യാറാകാതിരുന്ന അരക്ഷിതരായ തദ്ദേശീയ പലസ്തീൻ ജനത പ്രതികരിക്കുകയും ആഭ്യന്തര സംഘർഷങ്ങൾ ഉടലെടുക്കുകയും പലസ്തീനികളുടെ അസ്തിത്വത്തെ പിന്തുണച്ചിരുന്ന അറബ് സഖ്യവും ഇസ്രായേലും തമ്മിലുള്ള 3 യുദ്ധങ്ങൾക്ക് ആ ഭൂപ്രദേശം സാക്ഷ്യം വഹിക്കുകയും ചെയ്തു. അമേരിക്ക അടക്കമുള്ള വൻ ശക്തികളുടെ ശക്തമായ പിന്തുണയും കൃത്യമായ ആസൂത്രണവും ഇസ്രായേലിന് തുടർ യുദ്ധവിജയങ്ങളും പുതിയ പുതിയ പ്രദേശങ്ങളിൽ ആധിപത്യവും ലഭിച്ചുകൊണ്ടേയിരുന്നു. എന്നാൽ പടിഞ്ഞാറൻ ജോർദാനും സിറിയയും ദക്ഷിണ ലബനാനും ഉത്തര ഈജിപ്തിലെ സീനായ് മേഖലകളും കേന്ദ്രീകരിച്ച് വെസ്റ്റ് ബാങ്കിലെയും ഗാസയിലെയും അതിവിശിഷ്ട പലസ്തീൻ പ്രദേശങ്ങളിലെയും ബാക്കിയുള്ള ജനത ഇസ്രായേലിൻ്റെ അധിനിവേശങ്ങൾക്കെതിരെ അറബ് ജനതയുടെ പൂർണ്ണ പിന്തുണയോടെ പൊരുതിക്കൊണ്ടേയിരുന്നു. രാഷ്ട്ര രൂപീകരണത്തിൻ്റെ ദിനം തൊട്ട് സംഘർഷങ്ങളും വിജയങ്ങളും മാത്രം കണ്ടു ശീലിച്ച ഇസ്രായേൽ ജനതയ്ക്ക് അവരുടെ സുരക്ഷയ്ക്ക് മുകളിൽ ചെറുതല്ലാത്ത രീതിയിൽ ഭീതി സമ്മാനിച്ച ഒരു യുദ്ധമായിരുന്നു യോം കിപ്പൂർ യുദ്ധം. യുദ്ധാനന്തരം തങ്ങളുടെ അതിർത്തി രാജ്യങ്ങളുമായി രമ്യതയിലെത്താൻ പാലസ്തീൻ ജനതയുടെ അസ്തിത്വത്തെ അംഗീകരിക്കാൻ ഇസ്രായേൽ നേതൃത്വം തയ്യാറായി. അതിന് നിമിത്തമായത് 1978 ക്യാമ്പ് ഡേവിഡ് എന്ന കരാറായിരുന്നു. ഏകദേശം ഈ കരാറിലെ വ്യവസ്ഥകളെ പിൻപറ്റിയാണ് പിന്നീട് മുമ്പ് പ്രതിപാദിച്ച ഓസ്ലോ കരാറിൻ്റെ പിറവി ഉണ്ടാകുന്നത്.
അതുവരെ ഇസ്രായേൽ രാഷ്ട്രത്തെ അംഗീകരിക്കാതിരുന്ന ഈജിപ്തും ജോർദാനും ഈ ഉടമ്പടിയോടുകൂടി ആ രാഷ്ട്രത്തെ അംഗീകരിക്കുകയും മറ്റു ചില സമാധാന വ്യാപാര ഉടമ്പടികളിൽ ഒപ്പുവെക്കുകയും ചെയ്തു. ഇതോടുകൂടി PLOയുടെ നേതൃത്വത്തിൽ സ്വതന്ത്ര വിമോചന പോരാട്ടം നടത്തിയിരുന്ന യാസർ അറാഫാത്തിൻ്റെ നേതൃത്വത്തിലുള്ള സംഘടനകൾക്ക് ഈജിപ്തിൽ നിന്നും ജോർദാനിൽ നിന്നും ലഭിച്ചിരുന്ന പിന്തുണ കുറയുകയും അവരെ ഒരു ഉടമ്പടിയിലേക്ക് എത്തിച്ചേരാൻ നിർബന്ധിതരാക്കുകയും ചെയ്തു. ഇതിൻ്റെയെല്ലാം പരിണിത ഫലമായിരുന്നു ഓസ്ലോ കരാർ. കരാർ പ്രകാരം വെസ്റ്റ് ബാങ്കും ഗാസയും ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ പാലസ്തീൻ ലെജിസ്ലേറ്റീവ് കൗൺസിലിൻ്റെ താൽക്കാലിക സ്വയംഭരണത്തെ ഇസ്രായേൽ അംഗീകരിക്കും. പാലസ്തീൻ പ്രദേശങ്ങളിലെ ഇസ്രായേൽ സൈനിക സാന്നിധ്യം അവസാനിപ്പിക്കും. മറ്റു കുടിയേറ്റ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കും. ഘട്ടം ഘട്ടമായി ക്രമസമാധാനം, സിവിൽ അഡ്മിനിസ്ട്രേഷൻ എന്നിവയെല്ലാം പാലസ്തീനിലെ തിരഞ്ഞെടുക്കപ്പെടുന്ന ഭരണകൂടങ്ങൾക്ക് കൈമാറും. ഇതിനു പകരമായി പാലസ്തീനിൽ നിലവിൽ വരുന്ന താൽക്കാലിക ഭരണകൂടം ഇസ്രായേൽ എന്ന രാഷ്ട്രത്തെ അംഗീകരിക്കുകയും നിലവിലുള്ള അതിർത്തികൾ മാനിക്കുകയും പരസ്പരമുള്ള സംഘർഷങ്ങൾ ഒഴിവാക്കുകയും വേണം. ഘട്ടം ഘട്ടമായി പൂർണ്ണ പലസ്തീൻ രാഷ്ട്ര നിർമ്മിതിക്ക് വേണ്ട എല്ലാ നിർദ്ദേശങ്ങളും അടങ്ങിയതായിരുന്നു ഈ കരാറെങ്കിലും ഒരു സ്വതന്ത്ര പാലസ്തീൻ രാഷ്ട്രത്തിൻ്റെ പ്രഖ്യാപനം ഈ കരാറിൽ അടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ഈജിപ്തിലെ തബയിൽ 1995 ചേർന്ന രണ്ടാം ഓസ്ലോ കരാറിലും ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഒന്നും നടന്നിരുന്നില്ല. സമാധാനത്തിൻ്റെ നോബൽ സമ്മാനം വരെ നൽകപ്പെട്ട ഈ കരാറിലൂടെ പശ്ചിമേഷ്യൻ സംഘർഷങ്ങൾക്ക് അറുതി വരും എന്ന് ലോകം പ്രതീക്ഷിച്ചിരിക്കുമ്പോഴാണ് ഇസ്രായേലിലെയും പാലസ്തീനിലെയും തീവ്ര നിലപാടുകാരുടെ ഉദയം ഉണ്ടാകുന്നത്. ലേബർ പാർട്ടിയുടെയും അവരുടെ നേതാവും പ്രധാനമന്ത്രിയുമായ ഇസ്ഹാഖ് റാബിൻ്റെയും പാലസ്തീൻ രാഷ്ട്രം അംഗീകരിക്കുന്നതിലേക്കുള്ള ഈ കരാർ ശക്തമായി തള്ളിക്കളഞ്ഞുകൊണ്ട് ഇസ്രായേൽ തീവ്ര സയനിസ്റ്റ് സംഘടനകൾ പ്രക്ഷോഭങ്ങൾ ആരംഭിച്ചു. ഈജിപ്തിലെയും സിറിയയിലെയും ജോർദാനിലെയും ഇറാഖിലെയും എന്തിന് സൗദിയുടെ വരെ പ്രദേശങ്ങൾ കൂട്ടിച്ചേർത്ത് യൂഫ്രട്ടീസ് നദി വരെ നീളുന്ന ഗ്രേറ്റ് ഇസ്രായേൽ എന്ന ബൃഹത് പദ്ധതി സ്വപ്നം കാണുന്ന തീവ്ര യഹൂദ സംഘടനകൾക്ക് പാലസ്തീൻ എന്ന രാഷ്ട്രവും ജനതയും അസ്തിത്വം സ്ഥാപിക്കുന്നത് ചിന്തിക്കാൻ പോലും കഴിയുന്നതായിരുന്നില്ല. അതുമാത്രമല്ല, പാലസ്തീൻ ജനതയ്ക്ക് നേരെ അവർ നടത്തുന്ന മനുഷ്യത്വരഹിതമായ പ്രവർത്തനങ്ങളും അവരുടെ അധിവാസ പ്രദേശങ്ങൾ കൈയടക്കിക്കൊണ്ടുള്ള കുടിയേറ്റ പദ്ധതികളും UN അംഗീകാരത്തോടുകൂടി സ്ഥാപിതമാകുന്ന പാലസ്തീൻ എന്ന രാഷ്ട്രം നാളെ ചോദ്യം ചെയ്തേക്കാം എന്ന ഭയവും അവരെ ഈ കരാറിനെ നഖശിഖാന്തം എതിർക്കാൻ നിർബന്ധിതരാക്കി. എന്നാൽ പാലസ്തീൻ പക്ഷത്ത് അതുവരെ അനിഷേധ്യ നേതാവായി തുടർന്നിരുന്ന യാസർ അറാഫത്തിന് എതിരെ ശബ്ദമുയർത്താൻ നേതൃത്വം നൽകിയത് 1987 ഈജിപ്ത് കേന്ദ്രമായി പ്രവർത്തിച്ചിരുന്ന മുസ്ലിം ബ്രദർഹുഡ് ഗാസ വിഭാഗമായിരുന്ന ഹമാസ് ആയിരുന്നു. പാലസ്തീൻ കീറിമുറിച്ചുകൊണ്ട് സ്ഥാപിതമായ ഇസ്രായേൽ എന്ന യഹൂദ രാഷ്ട്രത്തെ തന്നെ അംഗീകരിക്കാൻ അവർ ഒരുക്കമല്ലായിരുന്നു. വിശാലമായ പാലസ്തീനിൽ എല്ലാവരും ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു രാഷ്ട്ര സങ്കല്പമായിരുന്നു ഹമാസ് മുന്നോട്ട് വെച്ചിരുന്നത്. പാലസ്തീൻ ജനതയുടെ ഇടയിൽ അതിന് വലിയ സ്വീകാര്യത ലഭിക്കുകയും യാസർ അറാഫത്തും അദ്ദേഹത്തിൻ്റെ ഫതഹ് പാർട്ടിയും പ്രതിരോധത്തിലാവുകയും ചെയ്തു. ഇസ്രായേൽ സൈനികരും കുടിയേറ്റ സായുധ സംഘങ്ങളും പാലസ്തീനികളോട് ചെയ്തുകൊണ്ടിരിക്കുന്ന ക്രൂരതകളെ മറക്കാൻ പലസ്തീനിലെ സാധാരണ ജനതയ്ക്ക് കഴിയുമായിരുന്നില്ല. അതിനാൽ അവരും ഹമാസിൻ്റെ നേതൃത്വത്തിൽ പ്രക്ഷോഭങ്ങൾക്ക് തുടക്കം കുറിച്ചു. ഇത് പതിയെ ഹമാസും ഫതാഹും തമ്മിലുള്ള വൈരത്തിലും ഏറ്റുമുട്ടലുകളിലേക്കും സംഘർഷങ്ങളിലേക്കും മേഖലയെ കൊണ്ടെത്തിച്ചു. ശാശ്വതമായ ഒരു സമാധാന ശ്രമത്തിൻ്റെ പരിണിതഫലം കൂടുതൽ ഗുരുതരമായ സാമൂഹിക പ്രശ്നത്തിലേക്കാണ് ഇരു പ്രദേശങ്ങളെയും കൊണ്ടെത്തിച്ചത്. പാലസ്തീനിലെയും ഇസ്രായേലിലെയും രാഷ്ട്രീയ നേതൃത്വം തീർത്തും ഒറ്റപ്പെടുന്ന അവസ്ഥയുണ്ടായി. എന്നാലും കരാറുമായി മുന്നോട്ടു പോകാൻ തന്നെയായിരുന്നു അവരുടെ തീരുമാനം. പക്ഷേ ഈ തീരുമാനത്തിന് അവർ വലിയ വില നൽകേണ്ടി വന്നു. തങ്ങളുടെ പ്രക്ഷോഭങ്ങളും പ്രതിഷേധങ്ങളും ഭരണ നേതൃത്വത്തെ തങ്ങൾക്ക് ഹിതകരമല്ലാത്ത കരാറിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നില്ല എന്ന് മനസ്സിലാക്കിയ തീവ്ര ചിന്താഗതിക്കാരായ ഇരു വിഭാഗക്കാരും കടുത്ത പ്രയോഗങ്ങളിലേക്ക് കടക്കുന്നതാണ് പിന്നീട് ലോകം കണ്ടത്. തീവ്ര വലതുപക്ഷ സിയോണിസ്റ്റ് ഹച്ച് മൂവ്മെൻറ്റിൻ്റെ ഭാഗമായ അമേരിക്കൻ ഇസ്രായേലി ഫിസിഷ്യൻ ബറൂച്ച് ഗോൾഡ്സ്റ്റെയിൻ തൻ്റെ യന്ത്രത്തോക്കുമായി ഹെബ്രോണിലെ ഇബ്രാഹിം മോസ്കിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന 300ഓളം വരുന്ന പാലസ്തീനിയൻ മുസ്ലിങ്ങൾക്ക് നേരെ നിറയൊഴിച്ചു. 12 വയസ്സിന് താഴെയുള്ള കുട്ടികൾ ഉൾപ്പെടെ
29 പേർ കൊല്ലപ്പെടുകയും 125ഓളം ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്ത സംഭവം പ്രതീക്ഷകൾ വാനോളം ഉയർത്തിയ സമാധാന കരാറിൻ്റെ അന്ത്യത്തിൻ്റെ തുടക്കമായിരുന്നു. കേവ് ഓഫ് ദ പാട്രിയാർക്ക് കൂട്ടക്കൊല അല്ലെങ്കിൽ ഇബ്രാഹിം മോസ്ക് കൂട്ടക്കൊല എന്ന് പിൽക്കാലത്ത് കുപ്രസിദ്ധിയാർജിച്ച ഈയൊരു സംഭവത്തോടുകൂടി വെസ്റ്റ് ബാങ്കിലെയും ഗാസയിലെയും പലസ്തീനയിലെയും ജനത പൂർണ്ണമായും PLOയ്ക്ക് എതിരായി. സമാധാന ശ്രമങ്ങൾ ഒന്നും ഇസ്രായേലിന് മുന്നിൽ വിലപ്പോവുകയില്ല എന്ന് അവർ വിധിയെഴുതി. ഈ ദാരുണ സംഭവത്തിൻ്റെ തുടർച്ചയെന്നോണം പലസ്തീൻ ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ ഇസ്രായേലി സൈന്യവുമുണ്ടായ ഏറ്റുമുട്ടലുകളും പ്രക്ഷോഭങ്ങളിലും 9 ഇസ്രായേലികളും 26 പലസ്തീനികളും കൊല്ലപ്പെട്ടു. 120ഓളം പലസ്തീനികൾക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഇസ്രായേൽ പ്രധാനമന്ത്രി ഇസ്ഹാക്ക് റാബിൻ ജൂത വിഭാഗങ്ങൾക്കേറ്റ അപമാനം എന്നിവരെ പറഞ്ഞ് തള്ളിയ ഈ സംഭവം പക്ഷേ തീവ്ര കുടിയേറ്റ മനോഭാവം പുലർത്തുന്ന ജൂതന്മാർക്കിടയിൽ ആഘോഷിക്കപ്പെട്ടു. എന്നാൽ ഇതിൻ്റെ തിരിച്ചടി ഹമാസിൽ നിന്ന് ഉടൻ തന്നെ ഇസ്രായേലിൽ സംഭവിച്ചു. ബ്രിട്ടീഷ് ഭരണകാലത്ത് ജൂത തീവ്രവാദികൾ നടത്തിപ്പോന്ന ബോംബ് സ്ഫോടന പരമ്പരകൾക്ക് ശേഷം സ്വതന്ത്ര ഇസ്രായേൽ രാഷ്ട്രത്തിൽ ആദ്യമായി മാരകമായ ഒരു വിസ്ഫോടനം സംഭവിച്ചു. 8 ഇസ്രായേലുകൾ മരിക്കുകയും 34 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഒരാഴ്ചയ്ക്ക് ശേഷം വീണ്ടും ഹദേരയിൽ ബസ്സിൽ സ്വയം പൊട്ടിത്തെറിച്ച ചാവേർ ബോംബ് ആക്രമണത്തിൽ 5 പേർ കൊല്ലപ്പെടുകയും 30 ഇസ്രായേലികൾക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഇതിൻ്റെ രണ്ടിൻ്റെയും ഉത്തരവാദിത്തം ഏറ്റെടുത്ത ഹമാസ് ഓസ്ലോ കരാർ അവസാനിപ്പിക്കുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. ഹമാസിൻ്റെ ആത്മഹത്യാ ബോംബ് സ്ഫോടനത്തെ അറബ് ഇസ്ലാമിക ലോകം മുഴുവൻ തള്ളിപ്പറയുകയും ഹമാസിൻ്റെ പിറവിയിലും അവരുടെ പ്രവർത്തനങ്ങളിലും സംശയം പ്രകടിപ്പിക്കുകയും ചെയ്തു. എന്നാൽ കുഴഞ്ഞുമറിഞ്ഞ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ ഹമാസിൻ്റെ പ്രവർത്തനങ്ങളിൽ ഒരു വലിയ പലസ്തീൻ ജനസാമാന്യത്തെ സ്വാധീനിക്കുകയും ഗാസ മുനമ്പിൽ അവർ വേര് പിടിപ്പിക്കുകയും ചെയ്തു. വെസ്റ്റ് ബാങ്കിൽ കാര്യങ്ങൾ അത്ര വഷളായി തുടങ്ങിയിരുന്നില്ല. യാസർ അറാഫത്തിൻ്റെ സ്വാധീനം കുറച്ചെങ്കിലും അപ്പോഴും പ്രകടമായിരുന്നു. അതിനാൽ അവർ കരാറിൽ ഉറച്ചു നിൽക്കുന്ന നിലപാട് തന്നെയായിരുന്നു സ്വീകരിച്ചു വന്നിരുന്നത്. എന്നാൽ ആ കരാറിൽ തുടർന്നിട്ടും തീവ്ര സൈനിസ്റ്റ് സംഘങ്ങളുടെ പാലസ്തീൻ സ്വാധീന മേഖലകളിലേക്ക് തുടരെയുള്ള ആക്രമണങ്ങളും സൈനിക പിന്മാറ്റം വൈകുന്നതും ഫതായുടെ ജനസ്വാധീനത്തെ മെല്ലെ ഇടിക്കാൻ കാരണമായി തുടങ്ങി. കടുത്ത പ്രതിസന്ധിയിലും ഇസ്രായേൽ പ്രധാനമന്ത്രി കരാറുമായി മുന്നോട്ടു പോകുന്നത് തീവ്ര ചിന്താഗതിക്കാരെ വീണ്ടും വളരെയേറെ പ്രകോപിപ്പിച്ചു. തങ്ങളുടെ വിശാല പദ്ധതികൾക്ക് ഇഷാഖ് റാബിൻ വിലങ്ങുതടിയാകും എന്ന് മനസ്സിലാക്കിയ അവർ അദ്ദേഹത്തെ ഇല്ലാതാക്കാനും അതുവഴി ഈ കരാറിനെ പൂർണ്ണമായും അട്ടിമറിക്കാനും പദ്ധതികൾ ആസൂത്രണം ചെയ്തു. 1995 നവംബർ 4 ടെൽ അവീവിലെ കിങ്സ് ഓഫ് ഇസ്രായേൽ സ്ക്വയറിൽ ഓസ്ലോ കരാറിനെ അനുകൂലിക്കുന്ന റാലിയെ അഭിസംബോധന ചെയ്യാനെത്തിയ ഇഷാഖ് റാബിനെ ഇഖാൽ അമീർ എന്ന അക്രമി വെടിവെച്ചു കൊന്നു. ജൂതരാഷ്ട്രത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായായിരുന്നു ഭരണത്തിരിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവ് കൊല്ലപ്പെടുന്നത്. ജൂതവിശ്വാസ പാരമ്പര്യങ്ങൾക്കെതിരെ റാബിൻ പ്രവർത്തിച്ചു എന്നായിരുന്നു അദ്ദേഹത്തെ ആക്കിയവരുടെ നിലപാട്. ഇന്ന് ഗാസയിൽ വംശഹത്യയ്ക്ക് നേതൃത്വം നൽകുന്ന ബെഞ്ചമിൻ നെതന്യാഹുവിനെ പോലുള്ള ലിക്കുഡ് പാർട്ടി നേതാക്കൾ ലേബർ പാർട്ടിയുടെയും ഇസ്ഹാക്ക് റാബിൻ്റെയും പാലസ്തീൻ അനുകൂല കരാറിന് എതിരെ ശക്തമായ നിലപാടെടുത്തവരായിരുന്നു. ജൂതർ കൈയടക്കിയ അവരുടെ ഭൂമിയിൽ നിന്നും പിൻവാങ്ങുന്നത് പാക്ഷാണ്ഡതയാണ് എന്നുവരെ അവർ പ്രചരിപ്പിച്ചിരുന്നു. ലേബർ പാർട്ടിയെയും റാബിനെയും നാസികളായി മുദ്രകുത്തി നാസികളുടെ SS യൂണിഫോമിൽ കോലം പോലെ പ്രദർശിപ്പിച്ച് പ്രതീകാത്മകമായി ഇസ്രായേലിൻ്റെ തെരുവിലൂടെ റാലി നടത്തുക വരെ ചെയ്തിരുന്നു. റാബിനെതിരെയുള്ള ഏതു നീക്കവും ജൂതന്മാരുടെ സ്വയം പ്രതിരോധിക്കാനുള്ള അവകാശമാണ് എന്ന് വാദിക്കുന്ന റബ്ബിമാർ വരെ അന്ന് ഇസ്രായേൽ ഉദയം ചെയ്തിരുന്നു. അവസാനം ഇരുപക്ഷത്തുമുള്ള തീവ്ര നിലപാടുകാരുടെ ശ്രമങ്ങൾക്ക് അവർ ആഗ്രഹിച്ച പര്യവസാനം തന്നെ ഉണ്ടാക്കി. ഇഷാഖ് റാബിൻ്റെ മരണത്തോടെ ഇസ്രായേൽ ഓസ്ലോ കരാറിൽ നിന്നും മെല്ലെ പിൻവാങ്ങി അതിൻ്റെ മരണമണി മുഴങ്ങിക്കൊണ്ടിരുന്നു. ലേബർ പാർട്ടിയുടെ അടുത്ത പ്രധാനമന്ത്രിയായി സ്ഥാനമേറ്റ ഷിമോൻ പെരസ് ആഭ്യന്തര സമ്മർദ്ദങ്ങളുടെ നടുവിൽപ്പെട്ട് ഒടുവിൽ ഇസ്രായേലിൽ ഹമാസ് നടത്തിയ ഇരട്ട ബോംബാക്രമണത്തിൻ്റെ സൂത്രധാരൻ അറിയപ്പെടുന്ന ഹമാസിൻ്റെ ബോംബ് സ്ക്വാഡിൻ്റെ തലവൻ യഹിയ ആയാഷിനെ വധിക്കാൻ പച്ചക്കൊടി കാണിച്ചു. അദ്ദേഹത്തിൻ്റെ ഭരണത്തിൽ അദ്ദേഹം കാണിച്ച ഏറ്റവും വലിയ ഗുരുതരമായ പിഴവായിരുന്നു ആ മരണം. ഇസ്രായേലിൽ നടന്ന ആഭ്യന്തര സർവേകളിൽ
ലിക്കുർ പാർട്ടിയുടെയും നെതന്യാഹുവിൻ്റെയും മുന്നേറ്റം ലേബർ പാർട്ടിയെ വിരളി പിടിപ്പിക്കുകയും കരാറിൽ നിന്ന് വിപരീതമായ പ്രവർത്തനങ്ങൾക്ക് നടത്താൻ നിർബന്ധിതരാകുകയും ചെയ്തു. ഗാസയിലെയും വെസ്റ്റ് ബാങ്കിലെയും ബന്ധിപ്പിക്കുന്ന പാതകൾ അടക്കുകയും കൂടുതൽ സൈന്യത്തെ പാലസ്തീൻ അധിനിവേശ പ്രദേശങ്ങളിലേക്ക് വിന്യസിക്കുകയും കുടിയേറ്റത്തെ വീണ്ടും പ്രോത്സാഹിപ്പിക്കുകയും അടക്കം കരാറിൻ്റെ പ്രത്യക്ഷമായ ലംഘനങ്ങൾ അവരുടെ ഭാഗത്തു നിന്നുണ്ടായി. അതുവരെ കരാറിൽ ഉറച്ചു നിന്ന PLOയ്ക്കും അറാഫാത്തിനും അതുവരെ അക്കരാറിനെ അംഗീകരിച്ച സ്ഥിരതാമസക്കാരായ പാലസ്തീനികളുടെ മുന്നിൽ മുഖം നഷ്ടപ്പെടുകയും ചെയ്യുന്നതായിരുന്നു ഈ പ്രവർത്തനങ്ങൾ. അതോടെ ഗാസയിൽ രാഷ്ട്രീയ ശക്തിയായി വളർന്ന ഹമാസ് ഫതായുടെ പാലസ്തീനികളുടെ ഇടയിലുള്ള അപ്രമാദത്തെ അപ്രസക്തമാക്കി. ഒരുപക്ഷെ പശ്ചിമേഷ്യയുടെ തലവരെ തന്നെ മാറ്റിമറിച്ചേക്കാവുന്ന ഒരു കരാറായിരുന്നു ചില സ്ഥാപിത താൽപ്പര്യക്കാരുടെ മർക്കട മുഷ്ടിയിൽ അട്ടിമറിക്കപ്പെട്ടത്. ഇന്നും തുടർന്നുകൊണ്ടിരിക്കുന്ന മനുഷ്യത്വരഹിതമായ സംഘർഷങ്ങൾക്കും ചിന്തുന്ന രക്തത്തിനും ഈ കരാറിനെ തകർച്ചയിലേക്ക് തള്ളിവിട്ട് അണിയറയിലും അരങ്ങിലും ചരട് വലിച്ച അറിഞ്ഞവരും അറിയാത്തവരുമായ എല്ലാ മനുഷ്യത്വത്തിൻ്റെ എതിരാളികൾക്കും വ്യക്തമായ പങ്കുണ്ട്.